നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പൊയിൽക്കാവ് വനദുർഗ ക്ഷേത്രത്തിലേക്കുള്ള പാതയിലാണ്. അതിപുരാതനമായ ഈ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ്. അത്യപൂർവമായ വൃക്ഷജാലങ്ങളാൽ തിങ്ങി നിറഞ്ഞ് കാവ് എന്ന് പറയുമ്പോഴുള്ള ആ ഭംഗി മുഴുവൻ ഇങ്ങനെ ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഒരു ശക്തി ചൈതന്യ ഭൂമിയാണ്. നമുക്കിന്ന് ഇവിടെ വാഴുന്ന ആ അമ്മയെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. അതിനായി ആ ജഗദംബിക വാക്കുകൾ തന്ന് അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ അകലെയായി കോഴിക്കോട് കൊയിലാണ്ടി പാതയ്ക്ക് അരികെയായി പൊയിൽക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കാഞ്ഞിലശ്ശേരി ശിവക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഈ ദേവീക്ഷേത്രത്തിലേക്ക്. പൊയിൽക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് പൊയിൽക്കാവ് വനദുർഗാ ക്ഷേത്രം, 2 പൊയിൽക്കാവ് ദുർഗാദേവി ക്ഷേത്രം. വനദുർഗാ ക്ഷേത്രത്തിലേക്കുള്ള പാതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2 ക്ഷേത്രങ്ങളും തമ്മിൽ ഏകദേശം 150 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ. ഏകദേശം 12 ഏക്കറോളം വിസ്തൃതിയുള്ള വനത്തിൽ പടിഞ്ഞാറ്റ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന വനദുർഗാ ക്ഷേത്രം പടിഞ്ഞാറേക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന മറ്റേ ക്ഷേത്രം കിഴക്കേക്കാവ് എന്നും അറിയപ്പെടുന്നു. വനദുർഗാ ക്ഷേത്രം അഥവാ പടിഞ്ഞാറേക്കാവാണ് പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്നത്. അതിനാൽ തന്നെ ഏറ്റവും പുരാതനമായ പ്രതിഷ്ഠ വനദുർഗയുടേതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാങ്ങാട്ടൂർ എന്ന പദത്താലാണ് ഈ ക്ഷേത്രത്തിനെ ദുർഗാലയ നാമ സ്തോത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനെ സംബന്ധിച്ച പ്രാചീന രേഖകളിലെല്ലാം തന്നെ മാങ്ങാട്ടൂർ എന്ന് തന്നെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ആ പേരിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം അത് ഇപ്പോൾ ഇവിടെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും എങ്ങനെയാണ് ആ ഒരു നാമം ഈ ക്ഷേത്രത്തിൽ വന്നതെന്നും എപ്പോഴാണ് ആ നാമം നഷ്ടമായത് എന്നും അറിഞ്ഞുകൂടാ. പടിഞ്ഞാറേക്കാവിൽ ശാന്തസ്വരൂപിണിയായ ദുർഗാ ഭഗവതിയും കിഴക്കേക്കാവിൽ അസുര നിഗ്രഹത്തിനു ശേഷമുള്ള സംഹാര സ്വരൂപിണിയായ ഉഗ്രരൂപിണിയായിട്ടാണ് ദേവി വിരാജിക്കുന്നത്. 12 ഏക്കറിന് മേൽ വനത്താൽ ചുറ്റപ്പെട്ട പടിഞ്ഞാറേക്കാവ് വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഒരു ദിവ്യാനുഭവം തന്നെയാണ് പങ്കുവെക്കുന്നത്. അത്യപൂർവമായ സസ്യസമ്പത്തും ജന്തുജാലങ്ങളും ഈ കാവിന് ചുറ്റുമുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന 200-ലധികം സസ്യങ്ങൾ ഇവിടെ ഉണ്ടത്രേ. ക്ഷേത്രത്തിനു ചുറ്റും ഒരു കോട്ട എന്ന പോൽ വനം സ്ഥിതി ചെയ്യുന്നു. പലവിധ കിളികളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ ഇവിടെ കേൾക്കുവാനുമുണ്ട്. പടുകൂറ്റൻ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും അമ്മ പരിലസിക്കുന്ന ഈ പുണ്യഭൂമിക്ക് കാവൽക്കാരായി വർത്തിക്കുന്നുണ്ട്. ക്ഷേത്ര ദൃശ്യങ്ങൾ നവീകരണം കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല എന്ന എല്ലാ സൂചനകളും നൽകുന്നുമുണ്ട്. ബലിക്കല്ല്, കൊടിമരം എന്നിവയൊക്കെ ഇവിടെയുണ്ട്. നാലമ്പലം വളരെ ലളിതമായ കാഴ്ചകളാണ് പങ്കുവെക്കുന്നത്. ഒരു നില ചതുര ശ്രീകോവിലിൽ പ്രപഞ്ചമാതാവ് വനദുർഗയായി ദർശനം നൽകുന്നു. പിറകിലെ തൃക്കൈകളിൽ ശംഖചക്രങ്ങളും മുൻപിലെ തൃക്കൈകളിൽ അഭയവരദ മുദ്രകളും ധരിച്ചുകൊണ്ട് ദുർഗാ ഭഗവതി തൻ്റെ ഭക്തജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് ഈ പുണ്യക്ഷേത്രത്തിൽ പരിശോഭിക്കുന്നു. തിങ്ങി നിറഞ്ഞ ഈ വനത്തിൽ പരശുരാമ മഹർഷിയാൽ പ്രതിഷ്ഠിതമായ വനദുർഗയുടെ ആ ദർശനം പരമമായ ശാന്തിയും ജ്ഞാനവും സംരക്ഷണവുമാണ് സമ്മാനിച്ചത്. പടിഞ്ഞാറേക്കാവിൽ നാലമ്പലത്തിനുള്ളിൽ ഗണപതി ഭഗവാൻ ഉപദേവതയായി കുടികൊള്ളുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസം ഉത്സവത്തിനോടനുബന്ധിച്ച് പടിഞ്ഞാറേക്കാവിൽ നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠയും നടന്നു. 11 ദിവസം നീണ്ടുനിന്ന നവീകരണ കലശ ചടങ്ങിനോടനുബന്ധിച്ച് മഹാകലശാഭിഷേകം, വിവിധ ഹോമങ്ങൾ, പ്രത്യേക ഭഗവതി സേവ, ശുദ്ധിക്രിയകൾ, ശ്രീഭൂതബലി എന്നു തുടങ്ങി നിരവധി ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടന്നു.
ചുറ്റുവിളക്ക്, നിറമാല, പാട്ടും വിളക്കും, അലങ്കാരപൂജ, തോറ്റംപാട്ട്, വനദുർഗാ പുഷ്പാഞ്ജലി, ത്രികാല പുഷ്പാഞ്ജലി, ത്രിമധുരം, നെയ്വിളക്ക് എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഉത്സവ സമയത്ത് പടിഞ്ഞാറേക്കാവിലെ ദേവിക്ക് ആറാട്ട് നടക്കുന്നത് സമുദ്രത്തിലാണ് എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. വിദ്യാവിജയങ്ങൾക്കും ജീവിതാഭിവൃദ്ധിക്കും സന്താന സൗഭാഗ്യത്തിനും മംഗല്യസിദ്ധിക്കും നെടുമംഗല്യത്തിനും ഈ ക്ഷേത്ര ദർശനം അതിശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മയോട് കേണ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ വാഴുന്ന ഭഗവതി ശാന്തസ്വരൂപിണിയാണെങ്കിലും നിഷ്ഠകളും നിയമങ്ങളും ചിട്ടകളും പരിപാലിക്കേണ്ട വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചകളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇത്രേ നിയമം. മനസ്സ് അറിഞ്ഞു ചെയ്യുന്ന തെറ്റുകൾ അമ്മ ക്ഷമിക്കാറില്ല എന്ന് ഭക്തജനങ്ങൾ പറയുന്നു. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും ഇവിടെ മനുഷ്യന്മാർ വരാൻ പാടില്ല എന്നും നിയമങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഭഗവതിയെ ആരാധിക്കുവാനായി പല ദൈവീക ശക്തികളും ഈ വനത്തിനുള്ളിൽ സന്നിഹിതരാകുമെന്നും പ്രകൃതിയുടെ ആരാധനകൾ അമ്മ ഏറ്റുവാങ്ങുന്ന മുഹൂർത്തങ്ങളാണ് അതെന്നുമൊക്കെ വാമൊഴികളുമുണ്ട്. ഇനി നമുക്ക് കിഴക്കേക്കാവിലെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. ദേ ഇതാണ് കിഴക്കേക്കാവ്. കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് മതിൽക്ക് പുറത്തായി അതിമനോഹരമായ ഒരു ചിറയുണ്ട്. ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അഥവാ ഒരു കാളികാവിൻ്റെ ശക്തിവിശേഷ ചൈതന്യങ്ങളാണ് ഈ ക്ഷേത്രം പ്രഥമ കാഴ്ചയിൽ പ്രതിഫലിപ്പിക്കുന്നത്. ക്ഷേത്ര നിർമ്മിതി വ്യത്യസ്തവും അതിമനോഹരവുമാണ്. ദേവിയുടെ ഇരുനില ശ്രീകോവിലിൻ്റെ അകത്തെ നിർമ്മിതിക്ക് ഒത്തിരി പ്രത്യേകതകൾ അനുഭവപ്പെട്ടു. ശ്രീകോവിലിന് മുമ്പിലുള്ള മണ്ഡപം അതിവിശാലമാണ്. ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുന്നത് വലതു ഭാഗത്തു കൂടിയാണ്. അകത്ത് പ്രദക്ഷിണമില്ല. ശക്തിയുടെ അനന്തസ്ഫുരണങ്ങൾ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഉഗ്രസ്വരൂപിണിയായി ജഗദംബിക ഇവിടെ കുടികൊള്ളുന്നു. ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് വടക്കൻ പാട്ടുകളിൽ പ്രശസ്തനായ ധീരയോദ്ധാവായ തച്ചോളി ഒതേനനാണ് എന്ന് വാമൊഴികളുണ്ടെങ്കിലും അത് ആധികാരികമായി പറയുവാൻ നിർവാഹമില്ല. കാരണം ഇവിടെ അന്വേഷിച്ചപ്പോൾ ആധികാരികമായൊരു ഉത്തരം കിട്ടിയില്ല എന്നതുകൊണ്ട് തന്നെ. ദേവീ വിഗ്രഹത്തിൻ്റെ ചൈതന്യം എടുത്തു പറയേണ്ടതാണ്. അകത്ത് അയ്യപ്പസ്വാമി ഉപദേവതയായി കുടികൊള്ളുന്നുണ്ട്. പുറത്ത് തറയിൽ ഘണ്ടാകർണ പ്രതിഷ്ഠയുണ്ട്. സർപ്പക്കാവും പുറത്തുണ്ട്. കരിക്കും പൂക്കുലയും സർപ്പക്കാവിൽ വിശേഷമാണ്. രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി, അയ്യപ്പന് നരച്ചോറ്, ഘണ്ടാകർണന് നിവേദ്യം, മഞ്ഞളാടൽ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. 3 പൂജകൾ 2 ക്ഷേത്രങ്ങളിലും നടക്കുന്നു. ത്രികാല പൂജകളിൽ ഉച്ചപൂജ നടക്കുന്ന സമയത്ത് തോറ്റംപാട്ട് 2ഇടത്തും നടക്കാറുണ്ട്. തോറ്റംപാട്ട് നടക്കുന്ന ക്ഷേത്രം എന്നത് ഇവിടുത്തെ വലിയ ഒരു പ്രത്യേകതയാണ്. പടിഞ്ഞാറേക്കാവിൽ തോറ്റംപാട്ട് മാത്രമായി നടക്കുന്നു. വെളിച്ചപ്പാടും കൽപ്പന പുറപ്പെടുവിക്കലും കിഴക്കേക്കാവിൽ മാത്രമേ നടക്കാറുള്ളൂ. തോറ്റംപാട്ട് വഴിപാടായി നടത്തുന്നത് അതിശ്രേഷ്ഠമാണ്. തോറ്റംപാട്ട് അഥവാ സ്തോത്രം പാട്ട് എന്ന അനുഷ്ഠാന കലയിൽ ഭഗവതിയെ പാടി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ചിലയിടങ്ങളിൽ ഭഗവതി പാട്ട് എന്നും ഇതറിയപ്പെടുന്നു. 2 ക്ഷേത്രങ്ങളിലും നടന്ന തോറ്റംപാട്ട് ശ്രവിക്കുവാനും കിഴക്കേക്കാവിലെ വെളിച്ചപ്പാടിൻ്റെ കൽപ്പനകളിൽ പങ്കുകൊള്ളുവാനും ദേവിയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കും സാധിച്ചു. ക്ഷേത്രഭരണം ആദ്യം നടത്തിയിരുന്നത് നമ്പിമാരായിരുന്നുവെന്നും പിന്നീട് അത് നായർ കുടുംബങ്ങളിലേക്ക് വന്നു ചേർന്നു എന്നും പറയപ്പെടുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ പൊയിൽക്കാവ് ദേവസ്വം നിലകൊള്ളുന്നത്. മീനം 1 മുതൽ 5 വരെ അതീവ വിപുലമായി പ്രധാന ആണ്ടുവിശേഷം ആചരിക്കപ്പെടുന്നു. ഉത്സവ സമയത്ത് കിഴക്കേക്കാവിൽ ആറാട്ട് നടക്കുന്നത് കുളത്തിലാണ്. എന്നാൽ പടിഞ്ഞാറേക്കാവിലെ ആറാട്ട് നടക്കുന്നത് സമുദ്രത്തിലാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞുവല്ലോ. സാംസ്കാരിക പരിപാടികൾ, വനമധ്യത്തിൽ പാണ്ടിമേളം, വിളക്കെഴുന്നള്ളിപ്പ്,
ശുദ്ധിക്രിയകൾ, കോലം വെട്ട്, പള്ളിവേട്ട, കുളിച്ചാറാട്ട്, ആലിൻ കീഴുമേളം എന്നിങ്ങനെ ഒത്തിരി ആചാര അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഉത്സവ സമയത്ത് ഇവിടെ നടക്കാറുണ്ട്. നവരാത്രി ഇവിടെ അതിവിശേഷമായി ആചരിക്കപ്പെടുന്നു. നാട്ടുകാരിൽ ചിലരൊക്കെ ഈ രണ്ട് ക്ഷേത്രങ്ങളെ മേലേക്കാവ്, കീഴേക്കാവ് എന്നും വിശേഷിപ്പിച്ച് കാണുന്നുണ്ട്. കിഴക്കേക്കാവിൻ്റെ പ്രദക്ഷിണ വഴിയിൽ തന്നെ പടിഞ്ഞാറേക്കാവിലേക്കുള്ള പാത രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലൂടെ സഞ്ചരിച്ചാൽ ഒരു മൈതാനവും വശത്തായി ഒരു വിദ്യാലയവുമുണ്ട്. നേരെ നടന്നാലാണ് വനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. കിഴക്കേക്കാവിൻ്റെ മുമ്പിലൂടെ റെയിൽ പാതയുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈ ക്ഷേത്രഭൂമിയിൽ എത്തിച്ചേരുവാൻ എന്തേ ഇത്ര വൈകിയത് എന്നൊരു ചോദ്യമാണ് ആദ്യം ഇവിടെ എത്തിയപ്പോൾ മനസ്സിൽ നിറഞ്ഞത്. ഈ പുണ്യപുരാതന ഭൂമി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ട് തൊട്ടറിയേണ്ടത് തന്നെയാണ്. മഴയിൽ കുതിർന്ന നാട്ടുവഴികളും ഗ്രാമാന്തരീക്ഷവും ഇടതൂർന്ന വനവും ചൈതന്യവത്തായ ദേവീക്ഷേത്രങ്ങളും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത ഒരാത്മീയ അനുഭവം തന്നെയാണ് പകർന്നു തന്നത്. മാതൃവാത്സല്യവും അനന്തമായ ശക്തിയും പരമമായ ശാന്തിയും ഈ ക്ഷേത്രഭൂമിയിൽ മുഴുവനായും നിറഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിനെ സംരക്ഷിച്ചുകൊണ്ട് സർവേശ്വരി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. ഇടതൂർന്ന വനത്തിനുള്ളിൽ ത്രിപുരസുന്ദരിയായി പരിലസിക്കുന്ന ഏറെ പ്രിയപ്പെട്ട അമ്മയുടെ പൊന്നു തൃപ്പാദങ്ങൾക്ക് എല്ലാ അക്ഷരങ്ങളും സമർപ്പിക്കുന്നു. പൊയിൽക്കാവിൽ രണ്ട് ക്ഷേത്രങ്ങളിലുമായി ശാന്തസ്വരൂപിണിയായും ഉഗ്രസ്വരൂപിണിയായും പരിലസിക്കുന്ന ജഗൽജനനി നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. അനാഥസ്യ ദീനസ്യ തൃഷ്ണാതുരസ്യ ഭയാർത്തസ്യ ഭീതസ്യ ബദ്ധസ്യ ജന്തോ ത്വമേകാഗതിർദേവി നിസ്താരനൗക നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ജഗദംബികാ ശരണം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.